മില്ലേനിയൽസ് എന്ന് പറയുന്നത് ഏകദേശം 1981-നും 1996-നും ഇടയിൽ ജനിച്ചവരാണ്. ഇപ്പോൾ പ്രായം ഏകദേശം 30-നും 45-നും ഇടയിലാണ്. അനലോഗ് ഡിവൈസുകളും ഡിജിറ്റൽ ഡിവൈസുകളും കണ്ടു വളർന്നവർ, സ്മാർട്ട് ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും മുന്നേയുള്ള ജീവിതം ഓർമ്മയുള്ളവർ. എന്തുകൊണ്ടാണ് ഈ തലമുറ നോ പറയാൻ മറന്നുപോയത്? ഒന്നാമത് ഇവർ വളർന്ന സാമ്പത്തിക സാഹചര്യങ്ങളാണ്. ഇവർ ജോലിക്ക് കയറുന്ന കാലത്തെ സാമ്പത്തിക മാന്ദ്യവും തൊഴിലവസരങ്ങളുടെ കുറവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ജോലി നിലനിർത്താൻ കഴിയുന്ന ചിന്ത അവരിൽ വളർന്നു വന്നു. രണ്ടാമത്തേത് മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനുള്ള പ്രവണതയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാത്തിനും ശരി അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമായി ഇവർ കരുതുന്നു. നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് തങ്ങളെ മോശമായി ചിത്രീകരിക്കുമോ എന്ന ഭയം ഇവരിലുണ്ടായി. മൂന്നാമത്തത് ഉത്തരവാദിത്വബോധം. എല്ലായിടത്തും എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന ചിന്താഗതി ഇവരിലുണ്ടായിരുന്നു. അത് ജോലിയിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും. ഇത് പലപ്പോഴും ഇവരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. നാലാമത്തത് ഇവർ വളർന്നു വന്ന സാഹചര്യങ്ങളാണ്. ഇവരുടെ മാതാപിതാക്കൾ ഇവരെ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ശരിയെന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും നോ പറയാനും വിസമ്മതിക്കാനും ഇവർ കഴിഞ്ഞിരുന്നില്ല. ഇവരുടെ കാര്യങ്ങൾ പോലും പലപ്പോഴും യെസ് പറയുന്നത് ഇവരുടെ പേരൻസാണ്. കോഴ്സ് ഏത് സെലക്ട് ചെയ്യണമെന്നും ഏത് സ്കൂളിൽ പോകണമെന്നും ഏത് കോളേജിൽ പോകണമെന്നും മറ്റും തീരുമാനമെടുത്തത് ഇവരുടെ പേരൻസാണ്. അഞ്ചാമത്തത് ബന്ധങ്ങൾ തകരുമോ എന്ന പേടി. ഒരു കാര്യത്തിന് നോ പറയുന്നത് അവരുടെ സുഹൃത്ത് ബന്ധത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ബാധിക്കുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. മില്ലേനിയൽസ് ഒരുപക്ഷെ നോ പറയാൻ കണ്ടുപിടിച്ചത് പുതിയ ജെൻസി തലമുറയാണ്. മില്ലേനിയൽസിനെ അപേക്ഷിച്ച് ജെൻസി തലമുറയ്ക്ക് നോ പറയാൻ അത്രത്തോളം മടിയില്ല. ഉദാഹരണത്തിന് ഒരു കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, രാത്രിയിലെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഒരു റിലേറ്റീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതവർ തുറന്നു തന്നെ പറയും. അങ്ങനെ എന്ത് തുറന്നു പറയാൻ ജെൻസി തലമുറ മടി കാണിക്കുന്നില്ല. ചുരുക്കത്തിൽ മില്ലേനിയൽസിന് നോ പറയുക ഒരു മാനസിക വെല്ലുവിളിയാണ്. എന്നാൽ ജെൻസി തലമുറയ്ക്ക് അത് അവരുടെ സ്വയം സംരക്ഷിക്കാനുള്ള ഒരു അവകാശമാണ്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 കണക്ക് സൂചിപ്പിക്കുന്നത് മില്ലേനിയൽസ് ജെൻസിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ അതിർവരമ്പുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് നിശ്ചയിക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. മില്ലേനിയൽസ് മോശമാണ് എന്നത് അർത്ഥമില്ല. അവർ കൂടുതൽ കരുതലുള്ളവരാണ്. പുതിയ കാലഘട്ടത്തിന് വേണ്ടത് കരുതലും നോ പറയാനുള്ള ധൈര്യവുമാണ്.